21 സങ്കീർത്തനത്തിൻ്റെ 5 വാക്യത്തിൽ നിന്ന് ഒരു ചെറിയ ചിന്ത നമ്മൾ ഇന്നലെ ധ്യാനിച്ചു. രക്ഷയും മഹത്വവും. എന്നാൽ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് നമ്മെ ബഹുമാനിക്കുന്ന ദൈവം. ലോകത്തിൽ ആധ്യാത്മിക ചിന്തകൾ ധാരാളമുണ്ടെങ്കിലും ദൈവം മനുഷ്യനെ ഓണർ ചെയ്യുന്നു, ബഹുമാനിക്കുന്നു എന്ന ചിന്ത സുലഭമല്ലെന്ന് മാത്രമല്ല, ലഭ്യമേ അല്ല. നേരെ മറിച്ച് ദൈവം മനുഷ്യനെ കൊല്ലുന്നു, ശാസിക്കുന്നു, കോപിക്കുന്നു, ഇല്ലായ്മ ചെയ്യുന്നു, ചോര കുടിക്കുന്നു എന്നൊക്കെ ഉള്ള തരത്തിൽ അറിവില്ലായ്മയുടെ ചിന്തകൾ ആരൊക്കെയോ എവിടെയൊക്കെയോ പ്രചരിപ്പിച്ചിട്ടുള്ള പോലെ തോന്നുന്നു. എന്നാൽ ഒരു മറുവശം, ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡ് പറയട്ടെ. ഈ വചനം പറയുന്നു, ഇംഗ്ലീഷിൽ വായിച്ചാൽ കൂടുതൽ സുന്ദരമാണ്. യു ഹാവ് ഹോണേഡ് ഹിം വിത്ത് ഗ്ലോറി ആൻഡ് മാജസ്റ്റി. യുവർ മാജസ്റ്റി എന്ന് നമ്മൾ വിളിക്കുന്നത് ഗവർണർ, പ്രസിഡന്റ്, ജഡ്ജ്, ഈ ലെവലിലുള്ളവരെയല്ലേ. വേറെയും തത്തുല്യമായ പദങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. ഓണറബിൾ ചീഫ് മിനിസ്റ്റർ, ഓണറബിൾ ഗവർണർ, അങ്ങനെയൊക്കെ പറയില്ലേ. ഇച്ചിരിയുടെ ഉയർന്ന പദവിയിൽ യുവർ മാജസ്റ്റി എന്ന് പറയില്ലേ. ആ വാക്ക് മനുഷ്യന് ദൈവം കൊടുക്കുക. ദൈവമേ, നീ അവനെ ബഹുമാനിക്കുന്നു. ഇംഗ്ലീഷിൽ അങ്ങനെ വായിച്ചു. മലയാളത്തിൽ മാനവും തേജസ്സും നീ അവനെ അണിയിച്ചു. ഞാനൊരു ഉദാഹരണം പറയട്ടെ. എന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു അവാർഡ് നൽകി ആദരിച്ചാൽ പിന്നെ എന്നെ എല്ലാവരും ആദരിക്കും അല്ലേ? എൻ്റെ ചോദ്യം, സർവശക്തനായ ദൈവം നിന്നെ മാനിച്ചാൽ ആർക്കും അതിൻ്റെ വില കുറയ്ക്കാൻ കഴിയില്ല. God bless you.